റിയർ സീറ്റും എനിക്ക് തോന്നുന്നു അത് രണ്ടും കൂടെ ഏകദേശം ഒരു 40-45,000 രൂപയ്ക്ക് മുകളിലാവും. ഈ 2 ബട്ടൺ കൂടി ഞെക്കി പിടിച്ചാൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പം ഞാൻ കാവാസാക്കിയുടെ പിന്നെയും അടുത്തൊരു വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. വണ്ടി വേറെ ഒന്നുമല്ല, നമ്മുടെ ഏറ്റവും പുതിയ ZX 6R. സോ യെസ്, ഇതാണ് കേട്ടോ നമ്മുടെ ഏറ്റവും പുതിയ 6R, ഏറ്റവും പുതിയ നമ്മുടെ 2024 വേർഷൻ 6R ആണ്. അപ്പോൾ ഇതിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ലുക്ക് വൈസും പിന്നെ എൻജിൻ സൈഡും. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ അവർ എടുത്തിരിക്കുന്നത് ഇതേ ആയിരിക്കണം നമ്മുടെ 10R കേട്ടോ. ഏറ്റവും പുതിയ 10R ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു 6R വന്നേക്കണേ. പക്ഷേ ആ ഫ്രണ്ടിൽ സെൻറ്ററിലുള്ള റാം എയർ ഇൻടേക്കും അല്ലെങ്കിൽ എയർ ഇൻടേക്കൊക്കെ സെൻറ്ററിൽ തന്നെയാണ്. അത് കൂടാണ്ട് ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് നമുക്ക് വിംഗ്ലെറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് അവരൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇൻടേക്കും കൂടെ ഉണ്ട്, നമുക്ക് ചെറിയൊരു എയർ ഫ്ലോയ്ക്ക് വേണ്ടി ഇവിടെയും അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ളി LED ഹെഡ് ലാംപ്സ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഞാൻ ജസ്റ്റ് ഹെഡ് ലാംപ്സ് ഒന്ന് ഓണാക്കി കാണിച്ചു കേട്ടോ. ഇതാണ് അതിൻ്റെ ആ ഒരു ഹെഡ് ലൈറ്റ്, ഇതാണ് ആ ഒരു ലുക്ക്, ഹെഡ് ലാമ്പിൻ്റെ ലുക്ക് വന്ന വണ്ടിയുടെ. സസ്പെൻഷനൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ ആ മുമ്പത്തെ വേർഷൻ 6R എന്തായിരുന്നു സസ്പെൻഷൻ സെയിം, ആ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷനിങ് ഫോക്സ് ആണ്, ബിഗ് പിസ്റ്റൺ ഫോക്സ് ആണ് ഇതിൽ കൊടുത്തേക്കണത്. അത് കൂടാണ്ട് ഷോയുടെ സസ്പെൻഷൻ ആണ് തോന്നിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 310ൻ്റെ ഡുവൽ ഡിസ്ക് ബ്രേക്സ് ആണ്, നിസിൻ്റെ ഡിസ്ക് ബ്രേക്സ് ആണ്. ബ്രേക്സിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെന്നാണ് കാവാസാക്കി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓടിച്ചാലേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ നമ്മുടെ പഴയ 6Rൻ്റെ വെച്ച് നോക്കുവാണെങ്കിൽ ആ ലുക്ക് വൈസ് ശരിക്കും നല്ലൊരു വ്യത്യാസം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കാൻ പോയാൽ നമ്മുടെ എഞ്ചിൻ കേട്ടോ, ഒരു ഇൻലൈൻ 4 എഞ്ചിനാണ്. എഞ്ചിനിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ചെറിയ രീതിയിലൊരു പവർ അവർ കുറച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു BS6 വണ്ടികളിൽ പവർ കുറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു എഞ്ചിനും കൂടെ എന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് 636cc എഞ്ചിനാണ്, പ്രൊഡ്യൂസിങ് ആൾമോസ്റ്റ് 124 PS. പണ്ടത്തെ 6R എൻ്റെ ഊഹം വെച്ചിട്ട് 126 to 128 ആയിരുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൂടാണ്ട് റാം എയർ ഇൻടേക്കിൽ ഇത് 129 PS ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതും 60 Nm ഓഫ് ടോർക്കും. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കാലോ, എപ്പോഴും അറിയാം ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരിക്കും. ഒരു 130 mm ആണ് ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു ഭയങ്കര വലിയ അപ്ഗ്രേഡ് എന്ന് വെച്ചാൽ ഇതിന് കൊടുത്തിരിക്കുന്ന ഡയബ്ലോ റോസോ 4 ടയേഴ്സ് ആട്ടോ. ട്രാക്ക് എന്നൊക്കെ പറഞ്ഞാൽ എടുത്ത് നമുക്ക് റോട്ടിൽ മുട്ടരച്ച് കളിക്കാൻ പറ്റിയ ടയേഴ്സാണ്. നമുക്ക് ഫ്രണ്ടും ബാക്കും റോസോ 4 ആണ് ഈ ഒരു വണ്ടിക്ക് ഇപ്രാവശ്യം അവർ കൊടുത്തേക്കണത്. പിന്നെ ബാക്കിലോട്ട് നോക്കാൻ വേണ്ടി നമ്മുടെ എക്സോസ്റ്റ്, നേരത്തെ ഒരു ഫുൾ ക്രോം എക്സോസ്റ്റ് ആയിരുന്നു വന്നത്. അപ്പോൾ ഇതിപ്പോൾ മാറിയിട്ട് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും. പിന്നെ എക്സോസ്റ്റിൽ കുറച്ചും കൂടെ ഷേപ്പ് വന്നിട്ടുണ്ട്. നേരത്തെ ഫുൾ ആ ഒരു ഷേപ്പ് മേളിൽ നിന്ന് താഴെ വരെ ഇങ്ങനെ ഒറ്റ ഷേപ്പായിരുന്നു. ഇപ്പോൾ ഒരു ഓവൽ ഷേപ്പിലേക്കൊക്കെ അവർ കൊണ്ടുവന്നുണ്ട്. ബട്ട് യെസ്, കാണാൻ കുറച്ചും കൂടെ ചെറിയ എക്സോസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. പഴയ വണ്ടിക്ക് ഭയങ്കര വലിയ എക്സോസ്റ്റ് ആയിട്ട് തോന്നുമായിരുന്നു ആ ഒരു ക്രോം പീസ് അവിടെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ചെറിയൊരു എക്സോസ്റ്റിൻ്റെ ഒരു ഫീൽ നമുക്കുണ്ട് കേട്ടോ പഴയതിനെക്കാട്ടും. പിന്നെ റിയൽ നോക്കുമ്പോൾ 240 mm ഡിസ്ക് ബ്രേക്സ് ആണ്. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ കാര്യങ്ങളുണ്ട്. അപ്പ് ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ഇല്ല. അപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക്. ബാക്കിൽ നിന്ന് ആ 10Rൻ്റെ സെയിം ആ ഒരു ടെയിൽ അല്ലെങ്കിൽ ആ പഴയ ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാം. പിന്നെ നമുക്ക് നമ്മുടെ സ്വിങ്ങാമൊക്കെ നോക്കുമ്പോൾ സെയിം ആ ഒരു പഴയ 6R വന്ന അതേ സ്വിങ്ങാമൊക്കെ തന്നെ. റിയറിൽ നോക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ റിയർ സസ്പെൻഷൻ, പ്രീലോഡ്, നമുക്ക് കംപ്രഷൻ, റീബൗണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സസ്പെൻഷനാണ് നമുക്ക് റിയറിൽ വന്നേക്കണത്. അതും ആ ഒരു ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ്, നിങ്ങൾക്ക് കാണാം ഉണ്ടോ, ലിങ്കേജ് സസ്പെൻഷനാണ് ഇതിന് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ക്വിക്ക് ഷിഫ്റ്റർ. ഇതിനിപ്പോൾ സ്റ്റോക്ക് തന്നെ ക്വിക്ക് ഷിഫ്റ്റർ വന്നിട്ടുണ്ട്. നമുക്ക് അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ഡൗൺ ഷിഫ്റ്റ് ഇല്ല. സ്റ്റോക്ക് തന്നെ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഇപ്പോൾ 6R വന്നിട്ടുണ്ടോ. പിന്നെ 6R റൈഡ് ബൈ വയർ അല്ലട്ടോ, ഇപ്പോഴും നമുക്ക് അവിടെ കാണാം നമ്മുടെ ആക്സിലേറ്റർ കേബിളും കാര്യങ്ങളൊക്കെ കാണാം. അതിന് നമുക്ക് ഈ ഐഡലിങ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബ് അവർ പുറത്തിട്ടുണ്ട്. നമുക്ക് ഐഡലിങ് RPM അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നോബാണ്. അത് നമുക്ക് ഈ റൈഡ് ബൈ അല്ലാത്ത വണ്ടികളിലാണ് നമ്മൾ കൂടുതലും കാണാൻ പോണേ. സോ അതൊക്കെ തന്നെ ഇതേ വലിയ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ 6Rൻ്റെ ഒരു ഓൾമോസ്റ്റ് ലുക്ക് വൈസ് കുറച്ചും കൂടെ ഒരു ഷാർപ്പർ ഡിസൈൻ ആയിട്ടുണ്ട്. നേരത്തെ നല്ല ഷാർപ്പ്, പക്ഷേ ഫ്രണ്ട് ഡിസൈൻ ഭയങ്കര ഷാർപ്പായിട്ടുണ്ട്. പക്ഷേ ടാങ്കിൻ്റെ ഡിസൈനിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ടാങ്ക് കാണാൻ നിങ്ങൾ മേളിൽ നിന്ന് നോക്കിയാൽ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ബൾജ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതൊരു സെപ്പറേറ്റ് ഒരു പുതിയ ഡിസൈനാണ്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ടാങ്കിൻ്റെ ഡിസൈനിൽ കുറച്ച് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ 6R സിംഗിൾ സീറ്ററാണ്, റിയറിൽ സീറ്റില്ല. റിയറിൽ ഫുഡ് പെക്സ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് നമ്മൾ വാങ്ങി വെക്കണം. റിയർ സീറ്റും എനിക്ക് തോന്നുന്നു അത് രണ്ടും കൂടെ ഏകദേശം ഒരു 40-45,000 രൂപയ്ക്ക് മുകളിലാവും ആ ഒരു ഫുൾ സെറ്റ് മാത്രം. അപ്പോൾ സിംഗിൾ സീറ്റാണ് നമ്മുടെ ZX 6R. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വണ്ടിമേ ജസ്റ്റ് കയറി ചെയ്യണം. വണ്ടിമേ കയറി നമ്മൾ മനസ്സിലായി നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് ആണ് 198 kg ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് തന്നെ. അത് കൂടാണ്ട് ഓൾമോസ്റ്റ് 830 mm സീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ സീറ്റ് ഭയങ്കര നാരോ ചെയ്തുകൊണ്ടുണ്ടല്ലോ, എനിക്കിത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുഡാണ്. നമുക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും.
പക്ഷേ ഇതിൽ മെയിൻ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് എനിക്ക് ഇതിൻ്റെ ഈ ടാങ്കിൻ്റെ ഈ ഒരു ഷേപ്പിലാട്ടോ. കാര്യം എനിക്ക് നോർമൽ ഓടിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. പക്ഷേ നമ്മൾ ട്രാക്ക് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ട്രാക്കിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് നമ്മുടെ ഹെഡ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ലോക്ക് ചെയ്ത് പിടിക്കാനുള്ള ഒരു ഈസിനെസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ടാങ്കിൽ നിന്ന്. പക്ഷെ നമ്മൾ നോർമൽ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു അൺകംഫർട്ടബിൾ ഫീൽ പോലെ തോന്നുന്നു ഈ ടാങ്കിൻ്റെ ഈ ഭാഗം ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 17 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അങ്ങനെ പിന്നെ ഒരു മെയിൻ വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആട്ടോ. സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നോക്കാൻ പോയി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഷോയുടെ സെപ്പറേറ്റ് ഫംഗ്ഷനിങ് ബിഗ് പിസ്റ്റൺ ഫോക്സ്. നമുക്ക് കാണാം ഇവിടെ പ്രീ ലോഡ് അഡ്ജസ്റ്റ് ചെയ്യണം, കംപ്രഷനും റീബൗണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ഇതിലും. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലസ്റ്റർ ഓണായി കാണിച്ചു തരാം. നമ്മൾ ഒരു Z900 കണ്ടുവന്ന ആ ഒരു സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആട്ടോ. 4.2 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് ഇതിന് വന്നിരിക്കുന്നത്. വിത്ത് 4 റൈഡിംഗ് മോഡ്സ് ഉണ്ട്. സ്പോർട്ട്, അതുകൂടാണ്ട് റോഡ്, റെയിൻ, പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളത് റൈഡർ മോഡാണ്. റൈഡർ മോഡിലാണ് നമുക്ക് നമ്മുടെ ഫുൾ പവർ മോഡിലും ലോ പവറിലും ആക്കാം. അതുകൊണ്ട് KTRC കാവസാക്കി ട്രാക്ഷൻ കൺട്രോൾ അത് നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 ലെവൽ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റമാണ് ഇതിന് അവർ കൊടുത്തേക്കണം. ഫുൾ പവർ, ലോ പവർ, ട്രാക്ഷൻ കൺട്രോൾ 1, 2, 3 3 ലെവൽ ഓഫ് ട്രാക്ഷൻ കൺട്രോളും ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഇതിൽ ഓൺ ആക്കണം. അപ്പോൾ നമ്മളിത് ഈ സെലക്ട് ബട്ടണും ഈ ഡൗൺ ആരും കൂടി ഞെക്കി പിടിച്ചാൽ KQS കാവസാക്കി ക്വിക്ക് ഷിഫ്റ്റർ ഓൺ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇത് അതേപോലെ നമ്മളിത് രണ്ടും കൂടെ ഈ 2 ബട്ടണും കൂടി ഞെക്കി പിടിച്ചാൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ക്ലസ്റ്റർ, ഇതാണ് ആ TFT ഡിസ്പ്ലേ. ടാക്കോമീറ്ററിൻ്റെ സ്പീഡോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. ഇവിടെ നമുക്ക് ബാക്കി മോഡ് മാറ്റുവാണെങ്കിൽ നമ്മളിപ്പോൾ നോർമൽ റോഡ് മോഡിലേക്ക് ഇടുവാണെങ്കിൽ, ഇപ്പോൾ റെയിൻ മോഡിലേക്ക് ഇടുവാണെങ്കിൽ നമുക്കിവിടെ ഓഡോമീറ്ററും ടെമ്പറേച്ചർ, താഴെ റേഞ്ച്, ആവറേജ് സ്പീഡ്, ടോട്ടൽ ടൈം, അതുകൊണ്ട് മേളിൽ ട്രിപ്പ് A ട്രിപ്പ് B അല്ലെങ്കിൽ ഫ്യൂൽ ഗേജും ടൈമും, പിന്നെ ഇവിടെ നമുക്ക് വാർണിംഗ് സിമ്പിൾസും ഉണ്ട്. അപ്പോൾ അതാണ് മെയിൻ ഈ ഒരു പുതിയ ഒരു 6R വന്നിരിക്കുന്ന മെയിൻ ഒരു മാറ്റം കേട്ടോ. ഒരു മെയിൻ മാറ്റം ഒന്ന് ഈ TFT ഡിസ്പ്ലേയും പിന്നെ ഈ ഒരു ലുക്സും ഇതിൻ്റെ ആ ഒരു ടോട്ടൽ ആ ഒരു കുറച്ചും കൂടെ ഷാർപ്പറായിട്ടുള്ള ലുക്കാക്കിയിട്ട് ആ ഒരു പുതിയ ZX10R എന്നുള്ള ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു പുതിയൊരു 6R അവർ കൊണ്ടുവന്നേക്കണം. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാം. ദ സ്വീറ്റ് ഇൻലൈൻ 4 കണ്ടോ. ഓൾറെഡി വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഹീറ്റഡ് അപ്പാണ്, അതാണ് RPM പയ്യെ കുറഞ്ഞു വന്നത്. അപ്പോൾ നമുക്ക് എക്സോസ്റ്റ് നോട്ട് കേൾക്കാം. പിന്നെ അതുകൊണ്ട് ചെറിയൊരു ഡിസൈൻ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വൈസറിൻ്റെ അവിടെ ഒരു ഹോൾ, ഇവിടെ ഒരു വൈസറിൻ്റെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ 6Rൻ്റെ പുതിയ 6Rൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നേക്കണം ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം 14.4 lakhs ആണ് ഓൺ റോഡ് പ്രൈസ് ഇതിന്. പഴയ 6Rന് എനിക്ക് തോന്നുന്നു 12.5 ലക്ഷം രൂപ, 12.5 lakhs ആയിരുന്നു പഴയ 6Rൻ്റെ റേറ്റ്. ഇപ്പോൾ റേറ്റ് കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കാവാസാക്കി ഷോറൂമിലേക്ക് വരാം. വണ്ടികൾ വന്നിട്ടുണ്ട്, നല്ല ബുക്കിംഗ് ഉണ്ടെന്നാണ് കേട്ടത്. വണ്ടി വന്ന എല്ലാം അപ്പോൾ സെയിലായി പോകണം. അപ്പോൾ സോൾഡ് ഔട്ടാണ് സത്യം പറഞ്ഞാൽ. വണ്ടികൾ ഇങ്ങനെ ബുക്കിംഗ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ അതായത് നമ്മുടെ 6Rൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇവിടേക്ക് വരാം, വിസിറ്റ് ചെയ്ത് ബാക്കി വണ്ടികളും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ അടുത്ത വീഡിയോ ബെല്ലിങ്ങിൽ ഇറങ്ങുന്ന ചാനൽ മറ്റേ